തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ സ്റ്റാഫ് നഴ്സുമാരെ നിയമിക്കുന്നതിൽ വ്യാപക ക്രമക്കേടെന്ന ആരോപണം. ചീഫ് നഴ്സിംഗ് ഓഫീസർ സ്വന്തക്കാരെയും ബന്ധുക്കളെയും തിരികെ കയറ്റിയതായാണ് വിമർശനം. അനധികൃത നിയമനത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പരാതി. ചീഫ് നഴ്സിംഗ് ഓഫീസർ ബന്ധുക്കളെയും അടുപ്പക്കാരെയും നിയമിച്ചു എന്നാണ് ആരോപണം. ചട്ടങ്ങൾ അട്ടിമറിച്ചാണ് നിയമനങ്ങൾ നടത്തിയതെന്നും പരാതിയുണ്ട്. ക്രമക്കേടിനൊപ്പം വ്യാപകമായ അഴിമതിയും നടന്നുവെന്ന് പരാതിക്കാരനായ മെഡിക്കൽ കോളേജ് വാർഡ് മുൻ കൗൺസിലർ പറഞ്ഞു. നിരവധി പേരെ ഇന്റർവ്യൂവും പരീക്ഷയും നടത്തി തിരഞ്ഞെടുക്കുമ്പോൾ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. ആ റാങ്ക് പട്ടികയിൽ 1, 2, 3 സ്ഥാനങ്ങളിലെല്ലാം തന്നെ ഈ ചീഫ് നഴ്സിംഗ് ഓഫീസറുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് ഇപ്പോൾ നിയമിതരായിരിക്കുന്നത്. ഇപ്പോൾ 18 പേരുടെ റാങ്ക് പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട്. ആ പുറത്തുവിട്ടവർ 18 പേരും ജോലിക്ക് കയറിയിട്ടുണ്ട്. അതിൽ 15 പേരും ഈ തരത്തിൽ ബന്ധുക്കളോ സ്വന്തക്കാരോ ആണ് എന്ന് മാത്രവുമല്ല, അതിൽ തൻ്റെ വലിയ തോതിൽ സാമ്പത്തിക ക്രമക്കേടുകളും കോഴകൾ വാങ്ങിക്കൊണ്ടാണ് ഈ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. 18 പേരിൽ 15 പേരും അവരുമായിട്ട് അടുത്ത ബന്ധമുള്ളവരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയാണ്. ബന്ധുക്കൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിയമന പ്രക്രിയയിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് ചട്ടം. എന്നാൽ ചീഫ് നഴ്സിംഗ് ഓഫീസർ ശ്രീരേഖ ചട്ടങ്ങളും മാനദണ്ഡങ്ങളും അട്ടിമറിക്കുകയാണ്. എഴുത്തു പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കിയതിലും അഭിമുഖ പരീക്ഷയിലും പങ്കെടുത്തു. ചീഫ് നഴ്സിംഗ് ഓഫീസറുടെ സഹോദരിയുടെ മകൾക്കാണ് പട്ടികയിൽ 1ാം റാങ്ക്. 2ാം റാങ്ക് മറ്റൊരു ബന്ധുവിനും. പട്ടികയിൽ വന്ന ആദ്യ പേരുകാരിൽ അധികവും ചീഫ് നഴ്സിംഗ് ഓഫീസറിന്റെ അടുപ്പക്കാരാണെന്നും ആരോപണമുണ്ട്. 18 നിയമനങ്ങളാണ് പുതിയതായി നടത്തിയത്. ഇതിൽ 15 പേരും സ്വന്തക്കാരും ബന്ധുക്കളുമാണ്. നിലവിലുള്ള നിയമനങ്ങൾ റദ്ദു ചെയ്യണമെന്നും ചീഫ് നഴ്സിംഗ് ഓഫീസറെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. ജനം, തിരുവനന്തപുരം.